അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ ഈ സീൻ ഞാൻ എവിടെയോ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച 8 സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത 18 കൊല്ലം. എന്നാലും അങ്ങനെയല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പോലെ ഉണ്ടല്ലോ. വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ അമരത്തേക്ക് വരാൻ ഭാഗ്യമുണ്ടായതിൽ ഈ സീനൊക്കെ ജതിൻ രാംദാസ് പണ്ടേ വിട്ടതാണ്. BJP അധ്യക്ഷനായി സ്ഥാനമേറ്റതിന് പിന്നാലെ വൈകാരികമായിട്ടായിരുന്നു രാജീവിന്റെ പ്രസംഗം. അച്ഛനെ കുറിച്ചും പഠിച്ച സ്കൂളിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ വൈകാരികമായി അങ്ങ് സംസാരിച്ചു. പക്ഷേ പേപ്പറിൽ നോക്കിയാണെന്ന് മാത്രം. പ്രസംഗം വൈകാരികമാണെങ്കിലും വായിക്കുന്നത് പേപ്പർ നോക്കി. അച്ഛൻ പട്ടാളക്കാരനായിരുന്നെന്നും തൃശ്ശൂരിൽ പഠിച്ച സ്കൂളിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ വൈകാരികമായിട്ട് മലയാളത്തിൽ അങ്ങ് പേപ്പർ നോക്കി വായിച്ചു. അതായത് സ്വന്തം ജീവിതാനുഭവം പേപ്പർ നോക്കി വായിക്കേണ്ടി വരുന്ന BJP പ്രസിഡന്റിന്റെ ഒരു ഗതികേടെ. അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ രാജീവ് ചന്ദ്രശേഖരനെ BJP അധ്യക്ഷനായി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ ചൂടൻ ചർച്ചകളാണ് ഉടലെടുത്തിരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജീവിനെ കൊണ്ടുവന്നത് BJPയുടെ പക്കാ പ്ലാനിംഗ് തന്നെയാണ്. എന്റെ കസേര ഞാൻ വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞ് അള്ളി പിടിച്ചിരുന്ന K സുരേന്ദ്രന്റെ കൂമ്പൊടിച്ചുകൊണ്ടാണ് രാജീവിന്റെ തകർപ്പൻ എൻട്രി. അതായത് സുരേന്ദ്രൻ യുഗം അവസാനിച്ചിരിക്കുന്നു. 5 കൊല്ലം പൂർത്തിയാക്കിയ ഞാൻ ഇനിയും അട്ടിമറിയിലൂടെ തുടരുമെന്ന സുരേന്ദ്രന്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒന്നും തിരിച്ചു പറയാനാകാതെ എല്ലാം പൂട്ടിക്കെട്ടിക്കാൻ BJPക്ക് വെറും ഒരു പ്രഖ്യാപനം തന്നെ ധാരാളം. എന്തായാലും ഇനി തലപ്പത്തേക്ക് വരുന്ന നേതാക്കൾ എല്ലാം ഇതുപോലെ പേപ്പർ നോക്കി വൈകാരികമായി സംസാരിക്കാൻ തുടങ്ങിയാൽ സംഗതി മുഴുവൻ കോമഡിയായി മാറും. ഇനി സുരേന്ദ്രനെ പോലെ സീരിയസ് ആയി സംസാരിച്ച് കോമഡിയാക്കി ചിരിപ്പിക്കാനാണോ രാജീവിന്റെ വരവെന്നതും കണ്ടു തന്നെ അറിയണം.